മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ് കേട്ടോ. അപ്പം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും, മിസ്സേ എന്തൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മുടെ എക്സാമിന് വരിക. ഇതാ പിടിച്ചോ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മേജർ സോഴ്സസ് ഓഫ് ഇൻകം. ഓക്കെ, എന്തൊക്കെയാണ് വരുമാന സ്രോതസ്സുകൾ, നമ്മുടെ കൈകളിലേക്ക് പൈസ എത്തുന്നത് ഏതൊക്കെ സോഴ്സസിലൂടെയാണെന്നാണ് ഇതാ ക്വസ്റ്റ്യൻ. ഏതാ നമ്മുടെ ഡൈവേഴ്സ് എംപ്ലോയ്മെന്റ് എന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കാം ഇത്. ഓക്കെ, ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് നമ്മുടെ കയ്യിലേക്ക് പൈസ എത്തുന്നത് നോക്കിയാലോ. യെസ്, നമുക്കറിയാം, നമുക്ക് വാടക റെന്റിലൂടെ കിട്ടും. ദെൻ എന്താ, ബാങ്ക് ഡെപ്പോസിറ്റിലൂടെ എന്താ പലിശ കിട്ടുന്നുണ്ട് നമ്മുടെ കയ്യിലേക്ക്. ബിസിനസ്സിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. തൊഴിൽ ചെയ്യുന്നതിലൂടെയൊക്കെ നമ്മുടെ കയ്യിലേക്ക് എന്താ ഇൻകം കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഇതാ പിടിച്ചോ മക്കളെ, ഇതാ പിടിച്ചോ. അഗ്രികൾച്ചർ അല്ലേ, അഗ്രികൾച്ചർ എന്താണ്, കൃഷിയാണ്. അപ്പൊ കൃഷിയിലൂടെ നമ്മുടെ കയ്യിലേക്ക് എന്താ കിട്ടുക. യെസ്, കൃഷിയിലൂടെ നമ്മുടെ കയ്യിലേക്ക് ക്രോപ്പാണ്, വിളകൾ കിട്ടും അല്ലെ, വിള കിട്ടും. ഓക്കെ, കൃഷിയിലൂടെ നമ്മുടെ കയ്യിലേക്ക് വിള ക്രോപ്പായിട്ട് കിട്ടുന്നുണ്ട്. എംപ്ലോയ്മെന്റ്, തൊഴിൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ കയ്യിലേക്ക് എന്താണ്, യെസ്, വേജസ് ആയിട്ടോ അല്ലെങ്കിൽ സാലറി ആയിട്ടോ നമ്മുടെ കയ്യിലേക്ക് ഇൻകം എത്തുന്നുണ്ട്. ദെൻ ബിസിനസ്സിലൂടെയോ നമുക്ക് പ്രോഫിറ്റ്, ലാഭമായിട്ട് നമ്മുടെ കയ്യിലേക്ക് ഒരു ഇൻകം എത്തുന്നുണ്ട്. ദെൻ ബാങ്ക് ഡെപ്പോസിറ്റിലൂടെ നമ്മുടെ കയ്യിലേക്ക് എന്താ, യെസ്, ഇൻട്രസ്റ്റ് ആയിട്ട് അല്ലെ, പലിശയായിട്ട് നമ്മുടെ കയ്യിലേക്ക് ഒരു ഇൻകം എത്തുന്നുണ്ട്. അസറ്റിലൂടെ നമുക്ക് റെന്റ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇൻകം എത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, പ്രധാനപ്പെട്ട നമ്മുടെ കയ്യിലേക്ക് ഇൻകം എത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ് ഈ പറഞ്ഞതൊക്കെ. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഇൻകം എന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചർ എഴുതണം, ബിസിനസ് എഴുതണം, ബാങ്ക് ഡെപ്പോസിറ്റ് എഴുതണം, അസറ്റ്സ് എഴുതണം. ഓക്കെ, ഇതിലൂടെ നമുക്ക് എങ്ങനെയാണ് ഇൻകം കിട്ടുന്നതും കൂടി എഴുതണം കേട്ടോ. അഗ്രികൾച്ചറിലൂടെ നമുക്ക് എന്താണ്, ക്രോപ്പ് കിട്ടുന്നുണ്ട്. എംപ്ലോയ്മെന്റിലൂടെ വേജസോ അല്ലെങ്കിൽ സാലറി ആയിട്ടോ കിട്ടുന്നുണ്ട്. ബിസിനസ്സിലൂടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ബാങ്ക് ഡെപ്പോസിറ്റിലൂടെ നമുക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ കിട്ടുന്നുണ്ട്. പിന്നെന്താ, അസറ്റിലൂടെ നമുക്ക് റെന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, എക്സാമിന് വേണ്ട ചെറിയ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇതെന്തായാലും നിർബന്ധമായിട്ട് പഠിക്കണം. ഓക്കേടാ, ടാറ്റാ, ബൈ.